ഖുനായുടെ പേരിലുള്ള കറാമത്തുകൾ, ധാരാളം കറാമത്തുകൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴക്കൂട്ടത്തുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. ഖുനായുടെ പേരിലുള്ള കറാമത്തുകൾ, ധാരാളം കറാമത്തുകൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഷെയ്ഖുനായുടെ പേരിലുള്ള കറാമത്തുകളുടെ ഒരു പുസ്തകം ഇറങ്ങാൻ പോവുകയാണെന്നാ പറഞ്ഞത്. എന്തൊക്കെ ആവട്ടെ, അല്ല മുസ്ലിയാരെ, നിങ്ങൾ കറാമത്തിനെ കുറിച്ച് എന്താണ് പഠിച്ചത്? എന്താണ് കറാമത്ത് എന്നുള്ളതിൽ നിങ്ങളെ ധാരണ, നിങ്ങൾ പഠിച്ച് ദർസിലോ അല്ലെങ്കിൽ നിങ്ങളെടുത്ത ബിരുദത്തിനിടയിലോ നിങ്ങൾ പഠിച്ചത് ഏതെങ്കിലും ഭ്രാന്തന്മാര് ഭ്രാന്തായിട്ട് ചെയ്യുന്ന വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഭ്രാന്തായി നടക്കുന്ന കാലത്ത് ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളും ആണ് കറാമത്ത് എന്നാണോ നിങ്ങൾ പഠിച്ചത്? ആണെങ്കിൽ അതും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ കറാമത്തുകളും ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കറാമത്തും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കഴക്കൂട്ടത്തുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. മായാവി കഥകളെ വെല്ലുന്ന ഈ ജാതി കോമഡികൾ നിങ്ങൾ എന്ന് നിർത്തുന്നോ അന്നേ സമൂഹം നന്നാവുള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് നൗഷാദ് ഹസനി പറയുന്ന കോമഡി നിങ്ങളൊന്ന് കേൾക്കുക. കാരണം നൗഷാദ് ഇവരുടെ കൂടെ ആവുമ്പോഴാണ് ഈ ജാതി കോമഡികളൊക്കെ പഠിച്ചത്. കോമഡി പഠിച്ച് നൗഷാദിന്റെ തലയിൽ ഈ കോമഡി മാത്രമായി. ഈ മായാവി കഥകൾ മാത്രം കെട്ടിവെച്ച് നൗഷാദ് വെറും ഒരു മായാവിയായി മാറിയിട്ട് അദ്ദേഹം പറയുന്ന കോമഡി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കടലിന്റെ സമീപത്ത് കൊണ്ടുപോയിട്ട് ശൈഖുന ചോദിക്കുന്നു, രക്തത്തിന്റെ സമുദ്രം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല നൗഷാദേ, കണ്ടിട്ടില്ലല്ലോ. അള്ളാന്റെ റസൂലും ഞങ്ങളും അത് കണ്ടിട്ടില്ലല്ലോ നൗഷാദേ. വെള്ളാണോ സാധാരണ സമുദ്രത്തിൽ ഉണ്ടാകല്? അതെ, വെള്ളാണ് സാധാരണ സമുദ്രത്തിൽ ഉണ്ടാവല്. ചോര അല്ലെങ്കിൽ രക്തമൊന്നും ഉണ്ടാവലില്ല. അത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊന്ന് കാണും. എന്റെ ഒപ്പം പോന്നാ കാണിച്ചു തരുമോ? രക്തമുള്ള കടൽ കണ്ടിട്ടുണ്ടോ? രക്തമുള്ള കടൽ കണ്ടിട്ടുണ്ടോ? രക്തമുള്ള കടൽ നൗഷാദെ ഞങ്ങൾ കണ്ടിട്ടില്ല. നൗഷാദ് എത്ര ഭാഗ്യവാനാണ്. നൗഷാദിന് രക്തമുള്ള കടൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നീര് അതുള്ളത് കാണാൻ പറ്റും. ഈ മനുഷ്യന്റെ മേത്ത് പഴുത്താലുണ്ടല്ലോ, അത് വരുന്നത് അതുള്ള കടലുവാണെങ്കിൽ അവന് കാണാൻ പറ്റും. ഓനെ സംബന്ധിച്ചിടത്തോളം പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകൾക്കിടയിലുള്ള പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രം ഓന് കാണാൻ പറ്റും. എത്ര ഭാഗ്യവാനാണ് നൗഷാദ്. പ്രവാചകനോ സ്വഹാബത്തിനോ കിട്ടാത്ത കാഴ്ചകൾ കാണുന്ന സ്വർഗത്തിലെ കാഴ്ചകൾ പോലും ഇവർക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഖുറാഫത്ത്, മുനാഫിക്കിന്റെ ലക്ഷണം മാത്രം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാല് ഒരു ഉളുപ്പില്ലാത്ത ഒരൊറ്റത്തൊള്ള. ഉപര് പറഞ്ഞു, ലാ കണ്ടിട്ടില്ല. ആര് കാണാനാ? എന്നാൽ നോക്കിക്കോളൂ. സാധാരണ കടൽ തന്നെ ശൈഖുന പറയും, നോക്കിക്കോളൂ. ഫൈദൽ ബഹ്റു കുല്ലുഹു ദം. നോക്കുമ്പോ സമുദ്രം മുഴുവനും ദമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ശൈഖുന കാണിച്ചു കൊടുക്കാണ്, സമുദ്രം രക്തത്തിന്റെ സമുദ്രമായി മാറിയിരിക്കുന്നു. എന്നിട്ട് അറബിയിൽ കുല്ലുഹു എന്ന് പറഞ്ഞിട്ട് 2 തട്ട്. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇത് ഖുറാനിൽ പറഞ്ഞാണ്. ഈ മൊയന്തിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? വല്ലാത്ത ജാതി മനുഷ്യന്മാരാണ്. ആളുകളെ പഴപ്പിക്കാനായിട്ട് കെട്ടുമാറാപ്പൊടുത്ത് ഇറങ്ങിയ ഒരു സമുദായം. അതന്നെ സമസ്ത. അത് പറഞ്ഞാൽ അതാണ്, അത് പറഞ്ഞാൽ അത് സംഭവിക്കുകയാണ്. അതെ, അങ്ങനെ കേൾക്കുമ്പോഴേ നമുക്ക് എന്താ തോന്നാ? അയാൾ ആയത്തേട്ടാണ് ഓതിയോ, ആയത്തിന്റെ കുറച്ച് ഓതിയോ, അതോ ഹദീസിന്റെ ഒരു ഭാഗം വായിച്ചോ, എന്തൊക്കെ ആലോചിച്ചു പോവാ മനുഷ്യന്മാരെന്ന്. സാധാരണക്കാരായ ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവാണ്. എന്നിട്ട് ഇയാളെ പിന്നാലാണ് പോവാണ്. ഇത് അറബിയിൽ ആരെഴുതി? മോഹൻ തന്നെ എഴുതി, അല്ലെങ്കിൽ മോഹന്റെ ആൾക്കാരെ എഴുതി? അല്ല ഖുറാനിന്റെ ഹദീസിലുള്ളതാണോ? അല്ലെങ്കിൽ ഇസ്ലാമിൽ എന്തെങ്കിലും തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റിയ കാര്യമാണോ ഓൻ പറയണത്? അവിടെ പിന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. അതെ, ഷേഖുനെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട, അതൊക്കെ അവിടെ സംഭവിച്ചിരിക്കും. നിങ്ങൾ ഇസ്ലാമില് മുസ്ലിമായ മനുഷ്യന്മാര് ഇങ്ങനെയുള്ളൊരു വാദം എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? സമസ്തക്കാരായാലും ശരി, ഏത് വിഭാഗക്കാരാണെങ്കിലും ശരി, ഇങ്ങനൊരു വാദം അള്ളാഹ്ക്കുള്ള കഴിവ് ഒരു മനുഷ്യനുണ്ടാവും എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവരും സുന്നി ആദർശ സമ്മേളനം എന്നാ പറയുന്നത് എല്ലാത്തിനും. ബാക്കി കൂടി പറയും. അടുത്ത ചോദ്യം ശൈഖുനയുടെ. പടച്ചോനെ, കേട്ടിട്ട് തന്നെ പേടിയാണ് കേട്ടോ. ഇനിയിപ്പോ ആകാശം മറച്ചിടണോന്ന് ചോദിച്ചോ റബ്ബേ, വല്ലാത്തൊരു കുലുമാലായപ്പത്. സമാധാനായി. വലിയ മീനിനെ കണ്ടിട്ടുണ്ടോ? നല്ലൊരു സമാധാനം ഉണ്ട്. അംഗൻവാടി കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണല്ലോ ചോദിച്ചിരിക്കണത്. വലിയ മീനിനെ കണ്ടിട്ടുണ്ടോ എന്ന്.
അപ്പൊ പിന്നെയും കുഴപ്പമില്ല, സമാധാനം ഉണ്ട്, റാത്തായി. ബാക്കി കൂടി പറയും. അയിലയും മത്തിയൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും. അതെ, അയിലും മത്തിയും ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. നൗഷാദ് മാത്രം ഐക്കോറിയും ആവോലിയും സ്രാവും ഇങ്ങനെയുള്ള മീനുകളൊക്കെ നൗഷാദിന്റെ ഷെയ്ഖുനിയും മാത്രം കണ്ടിട്ടുള്ളൂ. തിമിംഗലൊക്കെ ചത്തെടുക്കണം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതൊക്കെ നൗഷാദ് ഷെയ്ഖുനിയും വേറെ ആരും കണ്ടിട്ടേ ഇല്ല. ബാക്കി പറയാം നൗഷാദെ. ചിലപ്പോ വലിയ വലിയ സ്രാവോ അല്ലെങ്കിൽ അതുപോലത്തതൊക്കെ കണ്ടിട്ടുണ്ടോ? വലിയ മീനിനെ കണ്ടിട്ടുണ്ടോ? പൊന്നാരൻ നൗഷാദെ, കുട്ടികൾക്ക് കഥ കൊടുക്കണ പോലെ ഒരു കാട്ടിൽ പണ്ട് ഒരു കാട്ടിൽ ആമയും മുയലും ഉണ്ടായിരുന്നു എന്ന് പറയണ പോലെ പറയല്ലേ. വലിയ മീൻ, ആ വലിപ്പം എത്രയെന്നും കൂടി പറയേ. ഒരളവുണ്ടല്ലോ, ഒരു വീടിന്റെ വലിപ്പം, അല്ലെങ്കിൽ 2 വീട് വെച്ചുള്ള വലിപ്പം, അല്ലെങ്കിൽ ഇത്ര വണ്ടികളെ ഇത്ര വലിപ്പം, അല്ലെങ്കിൽ മീറ്ററിന്റെ കണക്ക്, അല്ലെങ്കിൽ കിലോമീറ്ററിന്റെ കണക്ക്, എന്തെങ്കിലും ഒന്ന് പറയേ. ഇത് വലിയ മീൻ പറഞ്ഞപ്പോ ഏതാ മീൻ? ആ മീനിന്റെ പേര് പറയുന്ന. അദ്ദേഹം പറഞ്ഞില്ല, കണ്ടിട്ടില്ല. ശൈഖുന പറഞ്ഞു, നോക്ക് എന്നാ നോക്കിക്കോളി മക്കളെ, എപ്പോഴേ കാണുള്ളൂ. നോക്കൂന്ന് പറഞ്ഞപ്പോ ഫൈദ സമക്കുൻ അദീമുൻ യഅതി മിൻ കഅരിൽ ബഹർ. തഫ്സീർ വിശദീകരണം വായിക്കണ പോലെ അറബി ബഹർ എന്നൊക്കെ പറഞ്ഞിട്ടെ എന്താ പച്ചലക്കൽ അറിയോ? അറബിയില് ഇവരിങ്ങനെ എഴുതി ഉണ്ടാക്കുക, എന്നിട്ട് ഇവരിങ്ങനെ വായിക്കുക, ഇത് വലിയ സംഭവമാക്കുക. ബാക്കിയുടെയും പറയേ. കടലിന്റെ ആഴിയിൽ നിന്നതാ ഒരു വലിയ മത്സ്യം വരികയാണ്. അത് നൗഷാദെ ഈ കരയിലേക്ക് വന്നോ അതോ നടുക്കടലിൽ പൊന്തിക്കാണോ അതോ മനുഷ്യന് കാണാൻ പറ്റുന്ന ദൂരത്തേക്ക് വന്നോ എന്നൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം മനുഷ്യനെ കൊണ്ട് കണ്ണെത്തിനോടത്തല്ല, ആഴിയിൽ നിന്നും പൊന്തിയാകുമ്പോ എവിടെയെങ്കിലൊക്കെ പൊന്തണ്ടേ. വന്നു എന്നൊക്കെ പറഞ്ഞാല് അത് എങ്ങട്ട വന്നു എന്നൊക്കെ പറയും. ഒരു ചരിത്രം പറയല്ല, എന്തായാലും അതൊരു കറാമത്ത് പറയല്ലേ ചങ്ങായിയെ. ഈ കറാമത്തൊക്കെ പറയുമ്പോ അതിന്റെ ഒക്കെ ഒരു കോലത്തിൽ പറയണ്ട മുത്തുമണിയെ. കണ്ടു നിന്ന ആള് തന്നെ പേടിച്ചു പോയി. ഇവരെ ദീനെന്ന് പറഞ്ഞാൽ മായാവിക്കഥയാണ്. അതിന് അടിസ്ഥാനം ഉണ്ടാവില്ല. ആര് എന്ത് എങ്ങനെ എന്നൊന്നും ഉണ്ടാവില്ല. ഷെയ്ഖുന മീനിനോട് വരാൻ പറഞ്ഞു, മീൻ അങ്ങനെ വരികയാണ്. കണ്ടു നിന്ന ആള് പേടിച്ചു പോയി. ഈ കണ്ടു നിന്ന ആൾക്ക് പേരില്ല നൗഷാദെ, ഇല്ലേ? കണ്ടു നിന്ന ആള് ആണാ പെണ്ണാ, പേരുണ്ടോ ഊരുണ്ടോ നൗഷാദെ? ഷെയ്ഖുന പറഞ്ഞു നീട്ടി വലിച്ചിട്ട് കാര്യമില്ല നൗഷാദെ. എന്തേലും ഒന്ന് കാര്യം പറയുമ്പോ ഒരു അടിസ്ഥാനം വേണം നൗഷാദെ. ബാക്കി ഇവിടെ പറയേ. വല്ലാത്തൊരു കാഴ്ചയായി പോയി. ശൈഖുന മീനിനോട് കൽപ്പിച്ചു പോകാൻ, തിരിച്ചു പോകാൻ. ശൈഖുന വിളിച്ചാൽ വരാത്ത മത്സ്യങ്ങളില്ല. ആ മീൻ ഏതായാലും കുരുത്തുള്ളവനാട്ടോ. ഷെയ്ഖുനെങ്ങാനും കടലിന്റെ പുറത്തേക്ക് മണലിക്ക് പോരെ, എന്നിട്ട് ഈ കരത്തു കൂടി ഇങ്ങനെ നടന്നു പോയിക്കോന്ന് പറഞ്ഞു കൊടുങ്ങി അതിന്റെ ഒരു വലിയ ഇടങ്ങേറ് എത്രയേക്കാരം നൗഷാദെ. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. അന്റെ ഷെയ്ഖുന നല്ല കാരുണ്യമുള്ള ആളാണ്. ആ പൊന്താൻ പറഞ്ഞ മീനോ അതിലാറെ വലിയ ഒലിയാണ്. വരാത്ത മീനുകളില്ല, ആനകളില്ല, സിംഹങ്ങളില്ല. ഷെയ്ഖുന വിളിച്ചാൽ വരാത്ത മത്സ്യങ്ങളില്ല, മീനുകളില്ല, സിംഹങ്ങളില്ല, അതുപോലെ തന്നെ ആനകളില്ല. അപ്പോൾ ഷെയ്ഖുന ഇങ്ങനെ നിന്ന് വിളിക്കുകയാണ്. ഭ്രാന്തായ ഒരു മനുഷ്യൻ വിളിക്കുകയാണ്. ചിലപ്പോൾ ഭ്രാന്തുള്ള സമയത്ത് വിളിച്ചിട്ടുണ്ടാവും. ആനേവാ, കുയിലേവാ, പൂച്ചേവാ, മൊയലേവാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവർ പറഞ്ഞെന്താ അറിയോ, ഈ മനുഷ്യൻ വിളിച്ചാൽ കാട്ടിലുള്ള സിംഹങ്ങളൊക്കെ വന്ന് മുന്നിൽ ഹാജരാവും എന്നാ പറയണത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഓൻ പറയണത് എന്താണ്, ഒരു സിംഹത്തിന്റെ ഒരു പേരുണ്ടാവും, ആ പേരിട്ട് വിളിക്കും. ഇപ്പോൾ ആനക്ക് വലിയ പേരിടലുണ്ട്, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, തേങ്ങാക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഇവർക്കൊക്കെ പേരുണ്ടാവും. അപ്പൊ ഷെയ്ഖുന എങ്ങനെ വിളിക്കാം? ഷെയ്ഖുന കാട്ടിലെ സിംഹങ്ങളെ എങ്ങനെ വിളിക്കാം? പൂമോളെ, പൂങ്കുയിലെ, താമരെ, മുല്ലപ്പൂവെ എന്നൊക്കെ പറഞ്ഞങ്ങനെ വിളിക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരും. ഇനിയിപ്പോ ആണാണെങ്കിൽ കുഞ്ഞുട്ടിയെ, കുഞ്ഞാപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വിളിക്കും. അപ്പൊ അങ്ങനെ വരും. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് ഷെയ്ഖുനാക്ക് എന്താ ചെയ്യേണ്ട വെച്ചാൽ ആ ഹിദ്മത്ത് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നു. അല്ലാത്ത ജാതി തന്നെ ഉഷാദേ. എന്റെ തലന്റെ ഉള്ളിലൊക്കെ കളിമണ്ണെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും ആശ്വസിക്കേന് മുത്തുമണിയെ.